ഹലോ, അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് നമ്മൾ എടപ്പള്ളി നേർച്ച കാണാൻ പോവാണ്. അപ്പൊ നമ്മൾ വ്ലോഗിന് ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രോ എടുത്ത് എത്തി പോകാൻ വേണ്ടി മുന്നേ പക്ഷേങ്കിൽ നമ്മൾ പറഞ്ഞ നേർച്ചയുടെ സ്ഥലത്തിന്റെ പേര് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചത്. നമ്മൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നേർച്ചയ്ക്ക് പോകാൻ ഫാമിലിയാണ് പോകുന്നത്. പോണ വഴിക്ക് തന്നെ കാഴ്ചകളൊക്കെ നമ്മൾ തന്നെ എത്താറായപ്പോൾ തന്നെ കണ്ടുതുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല വൈബിനാണ് കാണാൻ. നമ്മൾ ലാസ്റ്റ് നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എടപ്പള്ളി നേർച്ച നടക്കുന്ന പള്ളി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്നാൽ പള്ളിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു പള്ളിയാണ്. പിന്നെ എൻ്റെ അടുത്ത് തന്നെ നിറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളും പള്ളി ഉള്ളിലേക്ക് എത്താത്ത കാരണം വെറുതെ അല്ലേ നിങ്ങൾ കുറിക്കാൻ വാങ്ങിക്കാൻ വിചാരിച്ച്. അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടുള്ള ജിലേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് ടോയ്സിന്റെ സെക്ഷൻ ഉണ്ടാവില്ല അങ്ങോട്ടാണ്. കുറെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, ഒന്നും വാങ്ങിക്കൊന്നും ചെയ്തില്ല. ജസ്റ്റ് കാണാൻ തന്നെ ഒരു രസമല്ലേ. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് ഉപ്പിലിട്ട് വാങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ പോയി നോക്കാൻ വിചാരിച്ച്. അവിടെ എന്തായാലും വാങ്ങിക്കാണ്ടിരിക്കില്ലല്ലോ. നമ്മൾ കുറച്ച് പൈനാപ്പിൾ ഉപ്പിലിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ തിരിച്ചു പോകണം. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ തക്കുളുടെ മൂത്തമ്മയുടെ ഒരു തോക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓൻ അത് കിട്ടിയ ഭയങ്കര ഹാപ്പി ആയിക്കണം. പിന്നെ നമ്മൾ നേരെ വന്നപ്പോൾ കാഴ്ചകൾ ഓരോന്നായിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. തക്കുളോടെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ 2 ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നെ. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ആനക്കാഴ്ച വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആന പള്ളിയിലൊക്കെ നമുക്ക് നോക്കി വന്നിട്ട് കുറച്ചു നേരം കൂടി കണ്ടിട്ട് ഏകദേശം 1 മണി വരെ കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചു പോയത്. നമ്മൾ അവിടെ നേരെ തിരിച്ചു പോയിരുന്നു. നമ്മൾ ഇന്നത്തെ വ്ലോഗ് എത്രക്കുള്ളൂ.